പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കുട്ടി അത് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിട്ടല്ല. അതായത് അത് ചിലപ്പോൾ അവൾക്ക്, ആ കുട്ടിയല്ലേ പറയണ്ടേ അവൾക്ക് എന്ത് തരം ടച്ചാണ് ഫീൽ ചെയ്തതെന്ന്. ആ ടച്ച് അനുഭവിച്ച ഒരാളല്ലേ പറയേണ്ടത്. നമുക്ക് ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്ത് ഒരാൾ മരിച്ചു എന്നുള്ളിടത്താണ് നമുക്ക് ഈ പെൺകുട്ടിയോട് ഇത്രയും വലിയ ക്രിറ്റിസിസം വരുന്നത്. പക്ഷെ ഓരോ ദിവസവും ഈ ഭൂമിയിൽ നമ്മുടെ രാജ്യത്തൊക്കെ പ്രത്യേകിച്ചും എന്തെല്ലാം തരത്തിലുള്ള അട്രോസിറ്റികളിലൂടെയാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി. ഏറ്റവും ഒരു ദിവസം തന്നെ ശരാശരി 6 ബലാത്സംഗം ശരാശരി റിപ്പോർട്ടഡായിട്ട് വരുന്നതാണ്. 6.5 ആണ് വരുന്നത്. അതും കുട്ടികളെ 3 വയസ്സ് 6 വയസ്സ് അങ്ങനെയുള്ള കുട്ടികളെ പോലും വെറുതെ വിടാത്ത തരത്തിലുള്ള അട്രോസിറ്റീസ് നടക്കുന്ന, റേപ്പും ബ്രൂട്ടാലിറ്റിയും ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് നിർഭയ ഇഷ്യൂ ആണ് നമുക്ക് ചർച്ച ചെയ്തത്. പിന്നീട് കൽക്കട്ടയിലുണ്ടായ ആ ഡോക്ടർക്ക് നേരെ ഉണ്ടായിരുന്നത്. ഇതാണ് ആകെ മീഡിയ ചർച്ച ചെയ്യുന്നത്. പക്ഷെ എന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ 6 വയസ്സായ കുട്ടീനെ 5 വയസ്സായ കുട്ടീനെ 2 പേര് തട്ടിക്കൊണ്ട് പോയിട്ട് റേപ്പ് ചെയ്തിട്ട് 3-ാം നിലയിൽ നിന്ന് താഴെ ഇടുന്നു. ഇത് മാത്രമല്ല, MLA പരസ്യമായിട്ടൊരു സ്ത്രീയെ അബ്യൂസ് ചെയ്യുന്നു. അമ്മേന് ആ സ്ത്രീന് വെയർ ഹൗസിൽ കൊണ്ടിട്ടിട്ട് അബ്യൂസ് ചെയ്യുന്നു, അടിക്കുന്നു, ചവിട്ടുന്നു, അങ്ങനെ വണ്ടി ഇടിച്ച് കൊല്ലുന്നു. ഇങ്ങനെ ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഒരു കുട്ടി ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതുവരെ ഇല്ലാത്ത, ഇതിനോടൊന്നും ഒരു പ്രതികരണവും ഇല്ലാത്ത, കാലാകാലങ്ങളായിട്ട് പ്രത്യേകിച്ച് ഈ കാലത്ത്, ഇത്രയും ആധുനിക കാലത്ത് ഇത്രയധികം റേപ്പ് വിക്ടിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തനിക്കുണ്ടായ ഒരു ബാഡ് ടച്ചിനെ കുറിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു. അവർ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അത് കണ്ടന്റിന് വേണ്ടി ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമുക്ക് അതിന് ചിന്തിക്കാം. പോസിബിലിറ്റീസ് ആയിരുന്നു ചിന്തിക്കാനുള്ള, അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല.